ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്ത് പറയുന്നു? സുഖമല്ലേ? ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗിംഗ് ആണ്. എൻ്റെ മകളാണ് എൻ്റെ കൂടെ ഉള്ളത്, സാൻഡ്ര. നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഷാർജയാണ്. ഷാർജ UAE വളരെ അടുത്താണ്, നമ്മുടെ ഷാർജ എയർപോർട്ടിൻ്റെ അടുത്ത്. അറൗണ്ട് ഒരു 10 മിനിറ്റ് മതി ഷാർജ എയർപോർട്ടിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ. ഷാർജ ഹോഴ്സ് റേസിംഗ് ക്ലബ്ബ് എന്നായിരുന്നു പറയുന്നത്. ഇത് അറൗണ്ട് 8 കിലോമീറ്റേഴ്സ് എങ്കിലും ഉണ്ട് ഈ ക്ലബ്ബ്. ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. മാക്സിമം വി ക്യാൻ സീ ഹിയർ നീം ട്രീസ്, യൂക്കാലിപ്റ്റസ്, പിന്നെ ഡേറ്റ്സ് മരങ്ങൾ, പിന്നെ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. അപ്പോൾ ഒരു നല്ല ആംബിയൻസ് ആണ്, നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പോൾ ഇത് കാണാൻ. ബട്ട് ഔട്ട്സൈഡേഴ്സ് ഒരുപാട് പേര് വരാറുണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് പോണി റൈഡ്സും ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെയ്യുന്നത്. അറൗണ്ട് 400 to 500 ഹോഴ്സസ് ഉണ്ട് ഈ ക്ലബ്ബിൽ. ചെറിയ ഹോഴ്സസ് ഒരുപാട് ഉണ്ട് കുട്ടികൾക്ക് പോണി റൈഡ് ചെയ്യാൻ. അപ്പം നമ്മുടെ മക്കളുടെ ഒരു സാഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഏജിലുള്ള കുട്ടികൾ ആരും ഇവിടെയില്ല, കളിക്കാനില്ല. അതുകൊണ്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാവരുടെയും പറയുന്നത് കം ടു മൈ ഹൗസ് എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ എപ്പോഴും വരാൻ പറ്റത്തില്ല, കാരണം വി ആർ ടോട്ടലി അവേ ഫ്രം ദ സിറ്റി. അപ്പം സിറ്റി എന്ന് പറയുമ്പോൾ ഷാർജയിൽ നിന്ന് ഇവിടെ വരെ വരണമെങ്കിൽ ഒരു 35 മിനിറ്റ്സെങ്കിലും വേണം. ഇതാണ് പോണി സ്റ്റേബിൾസ്. ഇവിടെയാണ് ചെറിയ ചെറിയ ഹോഴ്സുകളുള്ളത്. ഒരുപാട് ഹൈറ്റൊന്നും ഇല്ല, വളരെ ചെറുതാണ്. അറൗണ്ട് 3 feet, 3.5 അല്ലെങ്കിൽ 4, അതിൽ കൂടുതൽ പോകത്തില്ല. ചെറിയ ചെറിയ ഹോഴ്സസ് ആണ് ഇത്. സ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ചെറിയ കുട്ടികൾ ഫ്രം ദ ഏജ് ഓഫ് 3 കുട്ടികൾ ഇവിടെ വന്ന് റൈഡൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നല്ല ചാർജാണ് അതിന്. പക്ഷേ വൺ ടൈം നമുക്ക് വിസിറ്റ് ചെയ്യാം ആർക്ക് വേണമെങ്കിലും. ഇവിടെ കൂടുതലും വരുന്നത് അറബ്സ് ആൻഡ് യൂറോപ്യൻസ് ആണ്. അറബ്സ്, യൂറോപ്യൻസ്, റഷ്യൻസ്, അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മാക്സിമം വരുന്നത്. അപ്പം നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഈ ഹോഴ്സസ് ആണ്, വേറെ അവർക്ക് ഫ്രണ്ട്സ് ആരുമില്ല. പിന്നെ അവർ സ്കൂളിൽ പോകുമ്പോഴാണ് അവർ മോർ ഹാപ്പി ആവുന്നത്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് ഡല്ലാവും. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ടൈമൊക്കെ പോകും. പിന്നെ വി ടേക്ക് ദി ഇനീഷ്യേറ്റീവ് ടു പ്ലേ വിത്ത് അവർ കിഡ്സ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിക്കും. അപ്പോൾ നമുക്കും നല്ല എനർജിയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ചൂടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു രക്ഷയില്ല. സമ്മർ ഈസ് വെരി ഹോറിബിൾ. പിന്നെ എവറി ഇയർ ഒന്നും നമുക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ. NRIസിൻ്റെ പ്രശ്നം അതാണ്. എല്ലാ വർഷവും നമ്മൾ നാട്ടിൽ പോകാൻ എന്നാൽ ശരിയാവില്ല. അന്നേരം കുട്ടികൾക്ക് കുറച്ച് ബോറടി കൂടും. അപ്പം ഇതാണ് ഇവരുടെ പരിപാടി. എവറി വീക്കെൻഡ് ദേ യൂസ് ടു കം ഹിയർ എവറി മോർണിംഗ്. ഫ്രൈഡേ സൺഡേ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വരും. ചിലപ്പോൾ ഒക്കെ ഒരുപാട് ക്യാരറ്റ്സും ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന കാണാം. ഞാനിങ്ങനെ ഓർക്കും, ഈ ക്യാരറ്റ്സൊക്കെ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഫിനിഷ് ആയത്? പിന്നല്ലേ എനിക്കൊരു ദിവസം മനസ്സിലായ ദാറ്റ് ദിസ് കിഡ്സ് ആർ ടേക്കിംഗ് ദ ചോക്ലേറ്റ്സ് ആൻഡ് ക്യാരറ്റ്സ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആനിമൽസ്, ഈ ഹോഴ്സസിനൊക്കെ നല്ല ടേംഡാണ്. അവർക്ക് അറിയാം, കുട്ടികളെ നല്ലപോലെ അറിയാം, ഒന്നും ഹേർട്ട് ചെയ്യത്തില്ല. ദേ ആർ വെരി ലവിങ്. കാരണം ഒന്ന് പരിചയമായി കഴിഞ്ഞാൽ അവർക്കറിയാം, അവർക്ക് ടച്ച് ഫീലിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പം നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ മനുഷ്യരെക്കാട്ടിലും കൂടുതൽ ഫ്രണ്ട്ലിയാണ്. ഞങ്ങളെപ്പോലെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ഇല്ലേ? ഇപ്പം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു, ഒരു സൗത്ത് ആഫ്രിക്കയിലൊരു കേരള ഫാമിലി. അവിടെ അവർക്ക് അടുത്താരും ഇല്ല, മലയാളീസൊക്കെ. ഭയങ്കര ഡിഫിക്കൾട്ടല്ലേ നമ്മുടെ ആൾക്കാരും ഇല്ലെങ്കിൽ. ഈ പറഞ്ഞ ഇന്ത്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നല്ലതായിരുന്നു, എന്തെങ്കിലും ഒന്നൊക്കെ നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. സോ അതൊരു സാഡ് പാർട്ടാണ്. നമുക്കൊക്കെ പിന്നെ ഇപ്പോൾ ഇതൊരു ഹാബിറ്റായി. ഇപ്പോൾ കുട്ടികളും യൂസ് ടു ആയി. ഇതേ അണ്ടർസ്റ്റുഡ്. അവർക്ക് റിയലൈസേഷൻ ഉണ്ട് ദാറ്റ് ഇവിടെ ആരുമില്ല, അറബ്സും കൂടുതലും യൂറോപ്യൻസും. സോ അതുമല്ല, അവരുടെ മെയിൻ പ്രോബ്ലം അവരുടെ ഏജിൽ കുട്ടികൾ ആരുമില്ല, എല്ലാം വലിയ കുട്ടികളാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം സ്ക്രീൻ ടൈം അല്ലേ എല്ലാവരുടെയും കയ്യിൽ. ഇപ്പോൾ ഈ യൂറോപ്യൻസിൻ്റെ അറബ്സിൻ്റെ എല്ലാവരുടെയും കയ്യിൽ വലിയ ടാബും മൊബൈലും കണ്ടാണ് കുട്ടികൾ നടക്കുന്നത്. അവർ ഒരു മിനിറ്റ് പോലും അവരിങ്ങനെ കളിക്കാനൊരു ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ അതങ്ങോട്ട് കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് ഇച്ചിരി. അപ്പം നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കും അവിടെ കൂടെ കളിക്കാൻ. സമ്മർ ആകുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, എങ്ങനെയെങ്കിലും അവർക്ക് ബോറടിക്കരുത്. സോ വി ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് ദം. ആൽവിൻ ഇപ്പം അഡ്വാൻസ് റൈഡറായി, ഈസ് വെരി ഗുഡ് ഇൻ റൈഡിങ് നൗ. അപ്പം നമ്മളിവിടെയാണ് ജോലി ചെയ്യുന്നത്. സോ അക്കോമഡേഷൻ ഇവിടെ തന്നെയാണ്. സോ ജോലി ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കൺസെഷനൊക്കെ കിട്ടും റൈഡിങ് ലെസൺസ് പഠിക്കാൻ. അപ്പം ഞങ്ങൾ അവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു.
പിള്ളേർ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുവാണ്. ഇവിടെ രാവിലെ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, കാരണം ഒരു 2-3 hours ഇങ്ങനെ കറക്കമല്ലേ. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ദ ലഞ്ച്. അപ്പോൾ ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് തോരനൊക്കെ റെഡിയാക്കി, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ലഞ്ചിന് വേണ്ടി എടുത്തു. കുട്ടികൾ ഉച്ചയ്ക്ക് ഒരു അറൗണ്ട് 25 minutes ദേ സ്പെൻഡ് ടൈം ഇൻ വാച്ചിങ് TV വിത്ത് അസ്. അപ്പം ഞങ്ങൾ കാണുന്ന പ്രോഗ്രാം തന്നെ അവർ കാണും, അവർക്കിഷ്ടമുള്ളത് തന്നെ ഞങ്ങളും കാണും. പിന്നെ ഈവനിങ്ങിൽ TV ഒന്നുമില്ല ഇവിടെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്, ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഞങ്ങളുടെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹോഴ്സസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുട്ടികൾ ഇവിടെ വന്ന് ഒരു 1 or 2 hours ഒക്കെ ഇങ്ങനെ ഇരുന്നാൽ മണ്ണിനകത്തിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. ഈ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാകും. പാത്രമൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ പോയി ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാകും. ഇതാണ് പിള്ളേരുടെ പരിപാടി. അങ്ങനെ ഇവിടെ ഈവനിങ് ഒക്കെ ആയി, കുളിയും നനയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പ്രെയർ ടൈമാണ്. അങ്ങനെ പ്രെയർ ചെയ്യുവാണ് കുട്ടികൾ. ഇതൊക്കെ നമ്മൾ ഹാബിറ്റ് ആക്കണമല്ലോ കുട്ടികൾക്ക്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ലല്ലോ. കാരണം നാട്ടിലാകുമ്പോൾ നമുക്ക് അമ്പലങ്ങളും ചർച്ചിലും ഒക്കെ പോവാം. ഇവിടെ ആകുമ്പം അത്രയൊരു നമുക്ക് ഫെസിലിറ്റി ഇല്ലല്ലോ, ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോകണ്ടേ. ഇവിടെ ഞങ്ങൾക്ക് ക്രിസ്മസ് കഴിഞ്ഞില്ല, ഇപ്പോഴും ഞങ്ങൾക്ക് ക്രിസ്മസ് തന്നെയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ മാവുക്കുട്ടിയാണ്, ഞങ്ങളുടെ 5th ഫാമിലി മെമ്പർ. സോ അവളും നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമാണ്. കുട്ടികൾക്ക് എവറി ടൈം ദേ വോണ്ട് ടു സീ ദിസ് കൈൻഡ് ഓഫ് ഡെക്കറേഷൻസ്. അപ്പം അവർ തന്നെ ഡെക്കറേഷനൊക്കെ ചെയ്യുകയും ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത് അവർക്ക്. ഇതിവിടെ 365 days ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് ഡെക്കറേഷനും കാര്യങ്ങളും. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ടൈം പാസ് വേണ്ടേ. സോ ക്രിസ്മസ് ആണ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഫെസ്റ്റിവൽ. ഒരുപാട് കേക്ക് കഴിക്കാൻ പറ്റുന്നതല്ലോ, അതുകൊണ്ടാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. ലോട്ട്സ് ഓഫ് ചോക്ലേറ്റ്സ് ദേ യൂസ് ടു ഗെറ്റ് ആസ് എ ഗിഫ്റ്റ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ക്രിസ്മസ്. അങ്ങനെ ഇനിയിപ്പം വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞു, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കാനായിട്ടിരുന്നു. 2 പേർക്കും ഓൺലൈൻ ക്ലാസ്സസ് ആണ്. മലയാളം ആൻഡ് അറബിക്കാണ് ഇവർക്ക് ഓൺലൈൻ ക്ലാസ്. ബാക്കിയൊക്കെ ഞാൻ പഠിപ്പിച്ചോളും. അറബിക്കൊന്നും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മലയാളം എനിക്ക് ടഫാണ്, കാരണം ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് എല്ലാം മുംബൈയിലായതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതർവൈസ് ഇറ്റ്സ് ഓക്കെ. അപ്പം മോള് ഇപ്പം നല്ല മിടുക്കിയായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾക്ക് ADHD ഇപ്പോൾ ഒന്നുമില്ല. ഷീ ഈസ് വെരി ഗുഡ്. സെൽഫായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്തോളും, ഹൗസ് ക്ലീനിങ്ങും എല്ലാം ചെയ്തോളും. 2 പേരും ചെയ്യും. സോ മാക്സിമം ടൈം കുട്ടികൾ എൻ്റെ കൂടെ തന്നെ. ഞാൻ എത്രയും ടൈം കിച്ചണിൽ, അത്രയും ടൈം അവരും കിച്ചണിൽ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വെൻ ദേ ആർ സ്റ്റഡിങ് ദെൻ ഐ വിൽ ബി സിറ്റിംഗ് വിത്ത് ദം. അവരുടെ കൂടെ തന്നെ എപ്പോഴും. അത് നല്ലതല്ലേ? അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ അവർ TV കണ്ടുകൊണ്ടിരിക്കും. അത് ശരിയല്ലല്ലോ. വേണ്ട, എൻ്റെ മാവുക്കുട്ടി ഇവിടെയും വന്നിരുന്നു. ഞങ്ങളുടെ സൗണ്ട് എവിടെ കേട്ടാലും ഷീ വിൽ ബി ദെയർ. അവൾ ഗാദാജാം പോലാണ്. വെറെവർ വി ആർ ഷീ ഈസ് ദെയർ. അപ്പോൾ ഇവിടെ പാലക് പനീർ ഉണ്ടാക്കാൻ നോക്കുവാണ് മോള്. അണിയൻസും ഗരം മസാലയൊക്കെ ഇട്ട് ചൂടാക്കി ഇങ്ങനെ എന്താ പറയുക, റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മോള് തന്നെ അതെല്ലാം റെഡിയാക്കും. എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം അവൾ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ. പിന്നെ മിക്സിങ് ഒരു ഭയങ്കര വീക്ക്നെസ്സാണ്. എനിക്ക് തോന്നുന്നു ഈ സ്പെഷ്യൽ കിഡ്സിനൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണുമല്ലോ. അപ്പോൾ മോൾക്ക് ഈ കുക്കിംഗ്, ക്ലീനിങ്, പിന്നെ ഡ്രോയിങ് ഒക്കെ നല്ലതുപോലെ ചെയ്യും. പാട്ട് പാടും. മലയാളം അങ്ങനെ അത്ര അങ്ങോട്ട് സംസാരിക്കത്തില്ല, പക്ഷേ ഇംഗ്ലീഷ് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കരോൾ നല്ലപോലെ പാടും. അങ്ങനെ ഗരം മസാലയും കൊറിയാൻഡർ പൗഡർ, ചില്ലി പൗഡറൊക്കെ കുറേശ്ശെ ഇട്ട് ഇനിയും ടൊമാറ്റോ പ്യൂരി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സ് ചെയ്ത് ഇനി അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു 10 minutes നമ്മളതങ്ങോട്ട് വേവിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ പാലൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ. നല്ലപോലെ ടൊമാറ്റോ പ്യൂരി കുക്കാവണം. അറൗണ്ട് 10 minutes നമ്മൾ ലിഡ് വെച്ച് കവർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സഡൻലി പാലൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പം അതങ്ങോട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എത്തത്തില്ല അത്. ഓക്കെ, സോ ഒരു 10 minutes വരെ നിങ്ങളത് ടൊമാറ്റോ പ്യൂരി മസാലയ്ക്ക് എത്തിയിട്ട് നല്ലപോലെ കുക്ക് ചെയ്യണം. ഞാൻ അവിടെ ചെയറിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. സാൻഡ്രമോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവൾക്ക് ഡയറക്ഷൻസൊക്കെ കൊടുക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഒന്നും മറന്നുപോയി കഴിഞ്ഞാലും അവൾ മഞ്ഞളും ഉപ്പും ഒന്നും ഇടാൻ മറക്കത്തില്ല. അതൊക്കെ ഭയങ്കര അവൾക്ക് മൈൻഡിലങ്ങനെ ഇരിക്കും. കുട്ടികൾ ഇവിടെ വീട്ടിലില്ലെങ്കിൽ പിന്നെ എനിക്ക് ബോറടിയാണ്. അതുകൊണ്ട് ഞാൻ റേഡിയോ ഇവിടെ വെച്ചിട്ടുണ്ട്.
ഓൾസൺ മാർക്കിൻ്റെ ഒരു 10 ഇയേഴ്സായി എൻ്റെ റേഡിയോ. സോ ദാറ്റ് ഈസ് വിത്ത് മീ ഓൾ ദ ടൈം. ഇവിടെ രണ്ട് പേരും കൊണ്ടാണ് പാലക് പേസ്റ്റ് റെഡിയാക്കുന്നത്. ഇവിടെ കിച്ചണിൽ ഭയങ്കര ചില സമയത്തൊക്കെ ഭയങ്കര അടിയായിരിക്കും. ഐ വോണ്ട് ടു ഡു അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ നല്ല പാരൻസ് നല്ല പേഷ്യൻ്റ്ലി നിന്നില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പോൾ പാലക് പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് മുളക് കൊണ്ട് ഇനി അത് മസാലയ്ക്കകത്ത് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇനി ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ കവർ ചെയ്ത് വെക്കണം, ഒരു 5 മിനിറ്റ്സ് മോർ. അപ്പോൾ ആ പാലക്ക് കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ, ഓൾറെഡി പാലക്ക് വെന്തതാണ്, നമ്മൾ ആദ്യമേ പാലക്ക് നല്ല വാഷ് ചെയ്തിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം അത് പേസ്റ്റ് അടിക്കാൻ. പിന്നെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, നല്ല തിക്നെസ് വേണം. പിന്നെ നമ്മൾ പനീറൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഫാം ഫ്രഷിൻ്റെ പനീറാണ്. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഞാൻ ഒരുപാട് പനീർ ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ ലൈക്ക് ഫാം ഫ്രഷ് പനീർ. ഡേറ്റ്സാണ് എപ്പോഴും വായി വരുന്നത്, കാരണം ഒരുപാട് ഡേറ്റ്സ് കഴിക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ. നമ്മുടെ ക്ലബ്ബിൽ അറൗണ്ട് ഞാൻ മറന്നു പോയി പറയാൻ, അറൗണ്ട് ഒരു 500 എബവ് ട്രീസ് കാണും. അപ്പോൾ ഒരുപാട് നമുക്ക് ഡേറ്റ്സ് കിട്ടും. ഇപ്പം 365 ഡേയ്സ് നമ്മൾ ഡേറ്റ്സ് കഴിക്കും. നാട്ടിൽ പോകുമ്പോൾ നാട്ടിലും എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും, ഇവിടെയും ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കും. ഇവിടെ ആൽവിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇനി അത് ഓപ്പൺ ആക്കാനുള്ള പെർഫോമൻസാണ്. ഭയങ്കര ഭയങ്കര ആക്ടറാണ്. കുറേ ടൈം വരെ ഇങ്ങനെ ആക്ടിങ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കും. ദെൻ ലേറ്റർ ഓൺ നൈഫൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കട്ട് ചെയ്യും. എനിക്ക് ഒരു ഭയങ്കര ഹെൽപ്പാണ് ആക്ച്വലി. ആൽവിൻ വന്നു കഴിഞ്ഞിട്ടാണ് മോള് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. ഇപ്പം മോള് പാട്ട് വരെ പാടുന്നുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. കാരണം മോൾ ADHD കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്തു. പഠിക്കുന്നതുകൊണ്ട് മാത്സ് ആണ് കുറച്ച് ടഫ്. ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് ഫെനുഗ്രീക്കാണ്. ഇതിന് പറയുന്നത് മേഥി എന്നാണ് പറയുന്നത്, ഫെനുഗ്രീക്ക് ലീവ്സ്. ഷാൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല സ്മെല്ലാണ്. പിന്നെ ഒരു ലൂർപാക്കിൻ്റെ ഒരു ബട്ടർ ഇട്ടിട്ട് നമ്മളത് ഫിനിഷ് ചെയ്യുവാണ്. ഏറ്റവും ഈസി ആൻഡ് വെരി സിമ്പിൾ വേയിൽ നമുക്ക് റെഡിയാക്കാം പാലക് പനീർ. ഒത്തിരി ടൈം എടുക്കത്തില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയല്ലോ, ടൊമാറ്റോ, അണിയൻ, ജിഞ്ചർ ഗാർലിക്, അത്രയൊക്കെ മതി. പിന്നെ ഇപ്പം മോള് തന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത്, മോളിപ്പോൾ 12 ഇയർ ആയതേ ഉള്ളൂ. ബട്ട് എന്താ പറയുക, നല്ല നീറ്റാണ് ആൾ. ക്ലെൻലിനെസ് ഒരു വീക്ക്നെസ്സാണ് ഞങ്ങൾക്ക്. ഫുൾ ടൈം എവിടെയെങ്കിലും ഇച്ചിരി കച്ചറ ദേക്കാത്തോ മോൾക്ക് അന്നേരം തന്നെ അത് ക്ലീൻ ചെയ്യണം. സോ ഷീ ഈസ് വെരി ഡിസിപ്ലിൻ, ഭയങ്കര ഡിസിപ്ലിനാണ്. ഉണ്ടല്ലേ കിച്ചൺ. ഇനിയും ബൈ മിസ്റ്റേക്കിൽ ഇനിയിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ധൃതിയിൽ എവിടെയെങ്കിലും പോയാലും ഷീ വിൽ ഡു ഇറ്റ്. നമ്മളതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ചെയ്തോളും. വീട്ടിലിപ്പോൾ ഞാൻ ഒരു ദിവസം ഇല്ലെങ്കിൽ അവൾ തന്നെ എല്ലാം ക്ലീനിങ് ഒക്കെ ചെയ്ത്. ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, കുക്കിംഗ് കുറേ ഉപ്മാവ് ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും. എന്തുണ്ടെങ്കിലും ഐ യൂസ് ടു സ്റ്റേ വിത്ത് ഹർ. മോളുടെ കൂടെ തന്നെ ഞാൻ നോക്കും, കാരണം എനിക്ക് ടെൻഷനാണ്, കാരണം ചൂടല്ലേ. പക്ഷേ ഇതുവരെയും പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല, ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ലൈഫ്. അപ്പം മലയാളികളില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമിലി ഇല്ല എന്നോർത്ത് കുറേ നാളൊക്കെ വിഷമം ഉണ്ടായിരുന്നു. ബട്ട് നൗ എവറിത്തിങ് ഈസ് ഫൈൻ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിലൊന്ന് പോയി നോക്കണം കേട്ടോ, ചാനലിൻ്റെ.